ഇംപ്രഷൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലാണ്. സസ്പെൻഷൻ ഫീൽസ് ഗുഡ്. നോർമലി ചില ആളുകൾ വിചാരിക്കാറുണ്ട്, അയ്യോ ഡി ആറിൽ കേടായതാണോ എന്ന് വിചാരിക്കും. സിഗ്നൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ ഡി ആറിൽ ഓഫ് ആവും. സ്കോഡ കൈലാക്ക്, സ്കോഡയുടെ ഏറ്റവും പുതിയ ഓഫറിങ്. എന്താ ചെയ്യുക, 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് ഒരു മലയാളി വേണ്ടി വന്നു ഈ വാഹനത്തിന് പേരിടാൻ കൈലാക്ക് എന്ന്. എന്താണെങ്കിലും നമ്മളിന്ന് പൈലറ്റ് ഓൺ വീൽസിൽ ദ ന്യൂ സ്കോഡ കൈലാക്ക്. ഒരുപാട് തിരക്കുള്ള ഒരു സെഗ്മെൻറ്റിലേക്കാണ് സ്കോഡ കൈലാക്ക് എന്ന ഈ വാഹനത്തിന് ഇറക്കുന്നത്. കാരണം മിഡ് സൈസ് അല്ലെങ്കിൽ ഒരു സബ് 4 മീറ്റർ SUV, കോമ്പാക്ട് SUVകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മാർക്കറ്റാണ് നമ്മുടെ. അങ്ങോട്ടാണ് ഈ ഒരു കൈലാക്കിനെ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് നമ്മൾ വാക്ക് റൗണ്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു കൈലാക്ക് എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഡ്രൈവ് കഴിയട്ടെ എന്നിട്ട് പറയാനാണ്. എന്താണെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ഡ്രൈവ് നോക്കുന്നുണ്ട്. സ്കോഡയുടെ ആദ്യത്തെ ഒരു സബ് 4 മീറ്റർ SUV എന്നുള്ള രീതിയിലാണ് കൈലാക്ക് വരുന്നത്. പ്രൈസ് വലിയൊരു ഫാക്ടറാണ്. 7.89 lakhs എന്നാണ് സ്കോഡ കൈലാക്കിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടിപ്പിക്കൽ സ്കോഡ ഡിസൈൻ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പ്രോപ്പർ ഗ്രിൽ, നമ്മൾ ഈ ഗ്രില്ല്, ഈ ഒരു സ്റ്റൈലിങ്, ഈ ഒരു ഷേപ്പ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ട സ്കോഡയുടെ ഏറ്റവും വരാൻ പോകുന്ന സൂപ്പർബിലും എല്ലാം ഈ ഒരു പുതിയ സ്റ്റൈലിങ്ങിലാണ് ഗ്രില്ല് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ഗോൺ ബി സ്കോഡാസ് ആ ഒരു സിഗ്നേച്ചർ ഗ്രില്ലായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പുതിയ സ്റ്റൈലിംഗ്. അതുപോലെ തന്നെ ഗ്രില്ലാണെങ്കിലും ഒരു പിയാനോ ബ്ലാക്ക്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഗ്രില്ല് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് DRലാണ്. ഈ DRൽ തന്നെയായിരിക്കും സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും. സോ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് DRൽ ഓഫായിട്ട് സിഗ്നൽ ലൈറ്റ് വരുന്നതാണ്. അപ്പം നോർമലി ചില ആളുകൾ വിചാരിക്കാറുണ്ട്, അയ്യോ DRൽ കേടായതാണോ എന്ന് വിചാരിക്കും. സിഗ്നൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ DRൽ ഓഫാവും. സോ ഇതാണ് DRL കം സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് രണ്ട് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ആണെങ്കിലും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ബമ്പർ ആണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു ബമ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എയർ ഇൻടേക്കും കാര്യങ്ങളും. ഇത് ഒരു അലൂമിനിയം കളറിലുള്ള ഒരു സ്പോയിലർ ഫിനിഷ്, ഒരു സ്പോയിലർ നമുക്ക് താഴെയും കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ. ഇതിൻ്റെ ബോണറ്റിൽ വളരെ നല്ല ലൈൻസ്, വളരെ സ്കൾപ്ചേർഡ് ആയിട്ടുള്ള ലൈൻസ്, കാര്യങ്ങൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ലൈൻസ് ബോണറ്റിൽ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ വീതി 2 മീറ്ററിൽ താഴെയാണ് വീതി വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹോൾ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 മീറ്ററിൽ താഴെയാണ് വരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 189 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സോ ടിപ്പിക്കലി നമുക്കൊരു സിറ്റി യൂസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV ആയിട്ട് തന്നെ ഈ വാഹനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ 2 മീറ്ററിൽ താഴെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സിറ്റി യൂസിനെല്ലാം പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ലെങ്ത് ആണെങ്കിലും 4 മീറ്ററിൽ താഴെയുള്ളൂ. സോ അതാണ് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീൽ സൈസ് വരുന്ന ഒരു 17 ഇഞ്ച് അലോ വീൽസാണ് വരുന്നത്. സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നുണ്ട്. കംപ്ലീറ്റ് ക്ലാഡിങ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തൊട്ട് സൈഡ് വഴി എല്ലാം ഒരു ക്ലാഡിങ്, വളരെ വൈഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ നമുക്കൊരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ORVMലെ സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, മുകളിൽ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സോ സൈഡ് ഒരു പ്രോപ്പർ ഒരു കോമ്പാക്ട് SUV എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു മുകളിലേക്ക് ആ ഒരു വിൻഡോ ലൈൻ കുറച്ച് കയറി വന്നിരിക്കുന്ന പോലെ കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സൈഡ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു സിമ്പിൾ, എനിക്ക് പേഴ്സണലി ഞാനതിൻ്റെ വാക്ക് റൗണ്ടിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ്. ഇതൊരു സ്ക്വയർഡ് അപ്പ് ഒരു ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. സ്കോഡയുടെ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഈ ഒരു ഭാഗത്ത് ഈ ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. ബാക്കിലാണെങ്കിലും ആ ഒരു അലൂമിനിയം ഫിനിഷിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് വളരെ ഹൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. റിയറിൽ വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റ എന്നീ കാര്യങ്ങളെല്ലാം നൽകിയിട്ടാണ് സ്കോഡ ഇപ്പോൾ കൈലാക്കിനെ കൊണ്ടുവരുന്നത്. സോ ഒരു കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ ബൂട്ട് സ്പേസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു വാഹനത്തിൽ തെറ്റില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. 446 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. നമ്പേഴ്സ് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ഉള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് സെക്കൻഡ് റോ ആളിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1265 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ്. അതായത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഗേജ് വെക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്
എടുത്തു പറയേണ്ടത്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. കൈലാക്കിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ സ്കോഡയുടെ നോർമൽ വാഹനങ്ങളിൽ കാണുന്ന ആ ഒരു സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കോഡയുടെ ക്വാളിറ്റി ഇവിടെയുണ്ട്. പ്ലാസ്റ്റിക് ആണ് എങ്കിൽ പോലും പ്ലാസ്റ്റിക് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സ്റ്റിയറിങ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നൊരു സ്റ്റിയറിംഗ് ആണ്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. എന്നാലൊരു നമ്മളധികം കാണാത്ത രീതിയിൽ വന്നിരിക്കുന്ന സ്റ്റിയറിംഗ് ആണ്. നല്ല ഫിനിഷിലും വളരെ പ്രോപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഗുഡ് സൈസ് ലെതർ റാപ്ഡ് ആണ് സ്റ്റിയറിംഗ് വരുന്നത്. കൺട്രോൾസ് എല്ലാം നല്ല ക്വാളിറ്റി കൺട്രോൾസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻട്രലിൽ തന്നെ നമുക്കൊരു 10-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഒരു ടച്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിൽ 8-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്ക് കിട്ടുന്നുണ്ട്. സെൻറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കോഡയുടെ ഫോക്സ് വാഗണിൽ കാണുന്ന ആ ഒരു സെയിം ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതിനകത്ത് ആ സ്വിച്ചസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അതിൽ ഫ്രണ്ടിലെ 2 സീറ്റ്സും വെന്റിലേറ്റഡ് സീറ്റുമാണ് വരുന്നത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈനാണ്. ഡാഷ്ബോർഡ് ഡിസൈൻ നമ്മൾ ഒരു വളരെ സ്റ്റെപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടെക്സ്ചർ ഈ ടെക്സ്ചർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു തുണിയുടെയാണ്, ഒരു ഫാബ്രിക് ഒരു സംഗതിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഫാബ്രിക് അല്ല, പക്ഷേ ആ ഒരു ടെക്സ്റ്റൈൽ ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് ഫൈബർ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസേർട്സ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ ഇൻസേർട്സ് ആണ്. ഈ ഗ്രീൻ കളർ ഇൻസേർട്സ് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ വെൻറ്റിൻ്റെ ആ ഭാഗത്ത് എല്ലാം ആ ഒരു ഗ്രീൻ കളർ ഇൻസേർട്സ് വന്നിട്ടുണ്ട്. ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രീൻ കളർ ഇൻസേർട്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മൈൽഡായിട്ടാണ് കാണുള്ളൂ. പക്ഷേ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ടെക്സ്റ്റൈൽ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ ആണെങ്കിലും കംഫർട്ടബിൾ സീറ്റ്സ് ആണ് വരുന്നത്. സീറ്റ് കൊള്ളാം. രണ്ട് സീറ്റ്സും പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും നമുക്ക് 6-way അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ് വരുന്നത്. സൺറൂഫ് ഉണ്ടെന്നുള്ളത് വലിയൊരു പ്ലസ് തന്നെയാണ്. അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ കിട്ടുന്ന ഒരു ഫീല്. ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2566 അതായത് ഇൻറ്റീരിയർ സ്പേസും അതുകൊണ്ട് തന്നെ ഒട്ടും കുറവില്ല. ഇത് സബ് 4 മീറ്റർ ആണെങ്കിൽ പോലും ഒരു 4000-ൽ താഴെയാണെങ്കിൽ 4 മീറ്ററിൽ താഴെയാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം 2.5 മീറ്ററോളം നമുക്ക് ഇതിൻ്റെ വീൽ ബേസ് കിട്ടുന്നുണ്ട്. അതിന് ഇൻറ്റീരിയർ സ്പേസിൽ തെറ്റില്ല. ഫ്രണ്ടിലെ ഇൻറ്റീരിയർ സ്പേസ് അല്ലെങ്കിൽ ഫ്രണ്ടിലെ സ്പേസ് ലെഗ് സ്പേസോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷനിങ്ങോ ഹെഡ് റൂമോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. നമുക്കിനി ബാക്ക് സീറ്റിലും കൂടെ ഇരുന്നിട്ടൊന്ന് നോക്കാം. സെക്കൻഡ് റോയിൽ സ്പേസാണ് നമുക്കൊരു കൺസേൺ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സ്പേസിൻ്റെ കാര്യം പറയാം. ലെഗ് സ്പേസ് ഇതാണ്. നമ്മൾ ഇരുന്നാലുള്ള ലെഗിൻ്റെ പൊസിഷൻ, എൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ പൊസിഷൻ എൻ്റെ ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ്. ഈ ഒരു ലെഗ് സ്പേസ് നമുക്ക് കിട്ടും. കാലും മുട്ടുന്നോ കാര്യങ്ങളുമില്ല. അത്യാവശ്യം നമുക്ക് അകത്തേക്ക് കയറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഹെഡ് റൂം ആണെങ്കിലും ഇവിടെ ഒരു സ്കൂപ്പിംഗ് കൊടുത്തിരിക്കുന്നുണ്ട്. തല മുട്ടുന്നതുപോലെ ഹെഡ് റെസ്റ്റ് പ്രോപ്പർ. ഒറ്റ കുഴപ്പം ഒരു അപ്രൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വിസിബിലിറ്റി നല്ല രീതിയിലൊരു തിയേറ്റർ എഫക്റ്റ് ആണ്. കാരണം ഫ്രണ്ടിലെ സീറ്റ് കുറച്ച് താന്നാണ്, ബാക്കിലെ കുറച്ച് പൊങ്ങിയായതുകൊണ്ട് നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. അതിൽ ഈ ഒരു സൈഡിലൂടെയുള്ള വിസിബിലിറ്റി ആണെങ്കിലും പ്രോപ്പറാണ്. സോ ഒരു എയറി ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു സെൻറ്ററിൽ ഒരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സി ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും 2 സി ടൈപ്പാണ്. അതുപോലെ തന്നെ ബാക്കിലും 2 സി ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു വയർലെസ് ചാർജർ ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, വയർലെസ് ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതൊരു എനിക്ക് തോന്നുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് സൈഡിലൊക്കെ വെച്ച് പോക്കറ്റിലൊക്കെ വെച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതിന് പകരം ഈ ഒരു പോക്കറ്റ് വളരെ സ്മാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ഫീച്ചറായിട്ടുള്ള ഒരു സ്മാർട്ട് സംഗതിയാണത്. സോ അതാണ് ഒരു ബാക്കിൻ്റെ കാര്യം. അതുപോലെ സൺറൂഫ് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, ഫുള്ളല്ല. എന്നാലും സൺറൂഫും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു കൈ വയ്ക്കുന്നിടത്ത് ആ ഒരു ഗ്രീൻ ടെക്സ്ചറും നൽകിയിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും നോക്കിയാലും ഇറ്റ്സ് എ ഗുഡ് സ്പേസ്. ബാക്ക് സീറ്റ് തെറ്റില്ലാത്ത രീതിയിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിട്ട് കൈലാക്കിൽ സ്കോഡ നൽകുന്നുണ്ട്. സോ കൈലാക്കിനെ പറ്റി എല്ലാവർക്കും അറിയേണ്ട കാര്യം ഡ്രൈവിനെ പറ്റി തന്നെയാണ്. സോ ഡ്രൈവിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഡ്രൈവിൽ പറയുമ്പോൾ ഫസ്റ്റ് കാര്യം, ഇതിൽ നമുക്ക് ഒറ്റ എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നുള്ളൂ. ഒരു 1 ലിറ്റർ TSI 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, ആ ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനിലാണ് വരുന്നത്. നമുക്ക് കുഷാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 1 ലിറ്ററും 1.5 ഒക്കെ ഉണ്ട്. ഇത് കുറച്ചും കൂടി അതിൽ കുഷാക്കിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഒരു 1 ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് 2 ഗിയർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു മാനുവൽ ഗിയർ ബോക്സും ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് മാനുവലാണ്. ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ 1 ലിറ്റർ TSI ആണ്. അതുപോലെ തന്നെ 3 സിലിണ്ടർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന എഞ്ചിൻ തന്നെയാണ്.
അതിൻ്റെ പവർ വരുന്നത് 114 HP പവറും 178 Nm ടോർക്കും. സോ ഒരു ടിപ്പിക്കൽ സിറ്റി യൂസിന് വേണ്ട രീതിയിൽ തന്നെ ഉള്ള ഡിസൈൻ ചെയ്ത വാഹനവും ഡിസൈൻ ചെയ്ത എഞ്ചിനും അതിൻ്റെ ഡ്രൈവിങ്ങും എല്ലാമാണ്. പക്ഷേ ഇംപ്രഷൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലാണ്. സസ്പെൻഷൻ ഫീൽസ് ഗുഡ്. ഡെഫിനറ്റ്ലി ഏത് മോശം റോഡിലൂടെ പോയാലും ഒത്തിരി ഒന്നും ഇമ്പാക്റ്റ് അകത്തേക്ക് നമുക്ക് കിട്ടുന്നില്ല. ഒരു സ്റ്റേഡി ഫീൽ, ഒരു ക്വാളിറ്റി ഫീല് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഇതിൻ്റെ സസ്പെൻഷനിൽ നിന്ന് വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഹെവി ഫീലും നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആയതിൻ്റെ ഒരു ചെറിയ എഞ്ചിൻ എന്നുള്ളൊരു ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു 3 സിലിണ്ടർ വരുമ്പം കിട്ടുന്ന ഒരു ഫീല് ഉണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനിലും നമുക്ക് കിട്ടുന്നുണ്ട്. TSI എഞ്ചിൻ 3 സിലിണ്ടർ വരുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 1500 RPM മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഫീൽസ് വെരി സ്മൂത്ത്. ആ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഡ്രൈവ് സമയത്ത് ലാഗ് ഫീൽ ചെയ്യുന്നില്ല. നല്ല റെസ്പോൺസ് ആണ്. അതുപോലെ ഇനീഷ്യൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അതർവൈസ് ഒരു ഫ്ലോ ആയിട്ട് വളരെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഒരു ഡ്രൈവ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു 1 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സിലിണ്ടർ ഡീആക്ടിവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. 1.5 നമുക്ക് സിലിണ്ടർ ഡീആക്ടിവേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ 1 ലിറ്ററിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തെറ്റില്ലാത്ത മൈലേജ്, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ വെച്ച് നോക്കുമ്പോൾ മൈലേജ് തെറ്റില്ലാത്തൊരു മൈലേജ് കിട്ടും. നമ്മൾ നന്നായിട്ട് മൈലേജിന് വേണ്ടി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് 15 മുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഭയങ്കര വേരിയബിൾ ആയിരിക്കും. ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഭയങ്കര വേരിയബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന മൈലേജും എന്നുള്ള കാര്യമാണ് ഈ ഒരു എഞ്ചിൻ്റെ തന്നെ പ്രത്യേകത. സ്റ്റിയറിംഗ് ആണ് മറ്റൊരു ഫാക്ടർ. സ്റ്റിയറിംഗ് ഫീൽസ് ഗുഡ്. കാരണം അതിൻ്റെ ഒരു റെസ്പോൺസ്, ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം പ്രോപ്പറാണ്. ഒരു ഭയങ്കര ലൈറ്റോ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ഫീലൊന്നും അല്ല, പ്രോപ്പർ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അപ്പം സസ്പെൻഷനും ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീഡ്ബാക്കും എല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു നല്ല ഫീലുണ്ട് ഡ്രൈവിന്. ചില സമയത്ത് നമ്മുടെ കാർ മാനുഫാക്ചേഴ്സ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പിശുക്കും. അങ്ങനൊരു പിശുക്കാണിത് കേട്ടോ. എന്തിനാ ഇങ്ങനൊരു ഹോൺ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് വരാനല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അവർക്ക് അവരുടേതായ റീസൺ ഉണ്ടാവും. എന്താണെങ്കിലും ഹോൺ ഇതാണ് എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ നമ്മൾ ഫോക്സ് വാഗണിലും അല്ലെങ്കിൽ സ്കോഡയിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ഹോൺ നമ്മൾ പ്രതീക്ഷിക്കും. ഇതാണ്. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 8 ഒക്കെയാണ്. അത് ഈ ഗോവയിലെ ചെറിയ ചെറിയ വഴികൾ, അതുപോലെ എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലും കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് റഫായിട്ടാണ് ഉപയോഗിച്ചത്. പക്ഷേ മൈലേജിന് വേണ്ടി നമ്മൾ നോർമൽ സ്പീഡിൽ ഒരു ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 ഒരു ആവറേജ് കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് ഹൈവേയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 15-16 ഒക്കെ കിട്ടാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇതാണ് റെസ്പോൺസ്. ഞാൻ പറഞ്ഞ പോലെ ഒരു മാനുവൽ ആയതുകൊണ്ട് നമുക്ക് സ്പോട്ടിയർ ആയിട്ട് ഓടിക്കണമെങ്കിൽ നമുക്ക് പറ്റും. കണ്ടോ, ഇതാണ് ആ ഒരു ഫീല്. ഇറ്റ് ഫീൽസ് ഭയങ്കര ഒരു ടോക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൂവും അതുപോലെ ഒരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നുണ്ട്. ഫീൽസ് നൈസ്. ഡെഫിനറ്റ്ലി ആ ഒരു ഇനീഷ്യൽ കഴിഞ്ഞാൽ, ആ ഒരു ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ലോഡ് ഓഫ് ഫൺ. ആ ഒരു ഫൺ ഫാക്ടർ ഡെഫിനറ്റ്ലി ഇതിലുണ്ട്. ഇതിനകത്തൊരു സ്പോർട്ട് മോഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒറ്റ മോഡേ ഉള്ളൂ. എന്നാലും ആ ഒരു ഫൺ ഫാക്ടർ ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ക്ലൈംബ് നന്നായിട്ട് നമുക്ക് ആക്സിലറേഷനിൽ കിട്ടുന്നുണ്ട്. സോ അതൊക്കെയാണ് മാനുവൽ കൈലാക്കിൻ്റെ ഡ്രൈവിൽ നമുക്ക് വരുന്ന ഫീല്. ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഞാനിപ്പോൾ തന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിനകത്തിപ്പോൾ ഒരു ഡ്രൈവ് മോഡോ കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവ് മോഡ് വരുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്പോർട്ട് മോഡും കൂടെ വേണം. പക്ഷേ മാനുവൽ ആയതുകൊണ്ട് നമുക്ക് സ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു സ്പോട്ടിയർ ഡ്രൈവിന് അല്ലെങ്കിൽ അത് വേണ്ടവർക്ക് അറിയാം മാനുവൽ വെച്ചിട്ട് എങ്ങനെ സ്പോട്ടിയറായിട്ട് ഓടിക്കണമെന്ന്. എന്താണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് ഓട്ടോമാറ്റിക് ഫീലും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ മാനുവലിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് കയറിയിരിക്കുകയാണ്. സോ ആ ഒരു ഡിഫറൻസ് ഇസ് വെരി എവിഡൻറ്റ്. മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഡ്രൈവ് ഫീൽ പോലും ഡിഫറെൻ്റ് ആണ്. മാനുവൽ ഞാൻ പറഞ്ഞ പോലെ ഒരു നോർമൽ ഡ്രൈവിന് അല്ലെങ്കിൽ മാനുവൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇറ്റ്സ് ഗുഡ്. കാരണം ഇനീഷ്യൽ ലാഗ് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ, ആ 3 സിലിണ്ടർ ഒരു ചെറിയ ലാഗ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രീ ഫ്ലോയിങ്, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ആർക്കെങ്കിലും മാനുവൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ഈ വാഹനത്തിൻ്റെ ക്യാരക്ടറേ മാറി. ഇറ്റ് ഫീൽസ് മോർ
ഒരു കുറച്ചും കൂടി ഒരു എൻഗേജിങ് ഡ്രൈവ് എനിക്ക് ഒരു ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടി. ഇതിനകത്ത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്പോർട്ട് മോഡ് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. ദെൻ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ദാറ്റ് ഈസ് 7.89 മുതൽ 14.40 ഉള്ളൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കിന് ടോപ്പ് എൻഡിലേക്ക് പോയാൽ പോലും 14.40 ആണ് അതിൻ്റെ വില വരുന്നത്. സോ അതിനകത്ത് വെച്ച് ഈ ഓട്ടോമാറ്റിക് നോക്കുമ്പോൾ ഐ തിങ്ക് ദിസ് ഓട്ടോമാറ്റിക് ഇസ് ഗുഡ്. കാരണം അതിനകത്തൊരു ലാഗ് ഇല്ല, ഇറ്റ്സ് ഫൺ. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രിസൈസ് ഷിഫ്റ്റിങ്ങും എല്ലാം കൂടി വരുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ പറയണം. ആ ഒരു സസ്പെൻഷൻ ഞാൻ മാനുവൽ ഓടിച്ച സമയത്ത് പറഞ്ഞ ആ ഒരു സസ്പെൻഷൻ്റെ ഗുണം എല്ലാം നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലും കിട്ടുന്നുണ്ട്. സോ എന്നോട് ചോദിച്ചാൽ ഐ പ്രിഫർ ദ ഓട്ടോമാറ്റിക് മോർ ദൻ മാനുവൽ എന്നെനിക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ കാര്യം. എന്താണെങ്കിലും ഓവറോൾ പാക്കേജിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് എ ഗുഡ് കാർ ടു ബൈ. സ്കോഡ എന്ന വാഹനത്തിൽ അല്ലെങ്കിൽ സ്കോഡ കൊണ്ടുവരുന്ന ഏത് പ്രൊഡക്റ്റിനും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷേ കൺസേൺ വരുന്നത് സർവീസിൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഡ്രൈവിൻ്റെ സമയത്ത് സ്കോഡയുടെ ആളുകളോട് സംസാരിച്ചപ്പോഴാണെങ്കിലും അവർ പറഞ്ഞത് ഇപ്പോൾ സർവീസ് കോസ്റ്റും കുറയ്ക്കാനായിട്ട് അവരെല്ലാ സ്റ്റെപ്സും എടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലും നമുക്ക് ലോക്കലായിട്ട് തന്നെ കിട്ടുന്ന പാർട്സ് ആണ്, ലോക്കലി മെയ്ഡ് പാർട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയാനാണ് സാധ്യത. അതുപോലെ തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും ഒത്തിരി ഒന്നും ഡിലേ വരാതെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും എന്ന് പറയുന്നു. സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദ സർവീസ് ഓൾസോ വിൽ ബി ബെറ്റർ. സർവീസും കൂടെ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ വാഹനം ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമായി മാറും. അങ്ങനെയും കൂടി ആണെങ്കിൽ ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ്, ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ ബ്രസ, ദെൻ മഹീന്ദ്ര 3XO, ടാറ്റ നെക്സോൺ, സോണറ്റ്, കിയ സോണറ്റ്, അതുപോലെ തന്നെ ഹ്യുണ്ടായ വെന്യൂ, എല്ലാ അല്ലെങ്കിൽ എല്ലാ OEMസിനും ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനമുണ്ട്. സോ അതിലേക്കാണ് കൈലാക്കിനെ കൊണ്ടുവരുന്നത്. പക്ഷേ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസിങ്. ആ പ്രൈസിങ്ങിനോടൊപ്പം സ്കോഡയുടെ അതായത് യൂറോപ്യൻ ഇന്ത്യ കൊളാബറേഷനിൽ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട് എന്നുള്ളത് സ്കോഡയെ ഡെഫിനറ്റ്ലി ഒരു ഫ്രണ്ട് എൻഡിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ളൊരു ഒരു വാഹനമായിരിക്കും കൈലാക്ക്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ പ്രൈസ് ഇസ് എ ബിഗ് ഫാക്ടർ. പ്ലസ് ഇതെല്ലാം കൂടി വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ സെഗ്മെൻറ്റിൽ ആളുകൾക്ക് ഒരു പക്ഷേ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്നൊരു വാഹനമായി മാറാൻ സാധ്യതയുണ്ട്.